السلام عليكم ورحمة الله تعالى وبركاته. كيف حالكم يا جماعة؟ أظن أنكم بخير وعافية. ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് 11ാമത്തെ പാഠമാണ്. അപ്പോൾ ഇതിൽ എങ്ങനെയാണ് നാം ഒരു പാരഗ്രാഫ് അല്ലെങ്കിൽ ഏതൊരു സോഴ്സ് ടെക്സ്റ്റ് അത് എങ്ങനെയാണ് ട്രാൻസ്ലേഷൻ ചെയ്യേണ്ടത്, അപ്പോൾ അതിനുള്ള സ്റ്റെപ്പുകളൊക്കെ എന്താ പറയുക പ്രാക്ടിക്കലായിട്ട് കാണിക്കുന്ന ഒരു പാഠമാണ്. വളരെ സിമ്പിൾ പാഠമാണ്. ഇൻഷാ അല്ലാഹ് ഏതായാലും കൂടുതൽ വൈകിക്കാതെ നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യമേ തന്നെ തോഫീഖുൽ ഹക്കീം എന്നുള്ള ഒരു വലിയ എഴുത്തുകാരനാണ്. അദ്ദേഹം എഴുതിയിട്ടുള്ള ഒരു ഭാഗമാണ് ആദ്യം കൊടുത്തിട്ടുള്ളത് അറബിയിൽ. പിന്നീട് ഏത് രീതിയിലാണ് ട്രാൻസ്ലേഷൻ ചെയ്യുന്നത്, ഒരു പ്രോസസ്സൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നല്ല രീതിയിലൂടെ വിശദീകരിച്ച് പറഞ്ഞു തരുന്നുണ്ട്. ഏതായാലും ആദ്യം നമുക്ക് ആ ഒരു സാമ്പിൾ ടെക്സ്റ്റ് വായിക്കാം. ഖാലലെ ഹിമാരി ലാ തഹ്സ ബി വ ബിജിൻസി. അപ്പോൾ എൻ്റെ കഴുതിനോട് പറഞ്ഞു, എന്നെയും എൻ്റെ വംശത്തെയും നീ പരിഹസിക്കല്ലേ. ബൽ ഹിസ നഫ്സക വ ബിജിൻസിക്. നീ നിന്നെയും നിൻ്റെ വംശത്തെ നീ പരിഹസിച്ചോ. ഫനഹ്നു ഫസീലത്തുൻ ഖദ് ഇസ്തഹറത് ബിൽ കദ്ദി വൽ ജിദ്. നല്ല പരിശ്രമം കൊണ്ടും സീരിയസ്നെസ് കൊണ്ടൊക്കെ നല്ല അറിയപ്പെട്ടിട്ടുള്ള ഒരു വംശമാണ് ഞങ്ങളുടേത്. ലഖദ് അറഫത്ത് ലുഹൂറുന അഷഖൽ അസ്ഖാൽ. ഈ ഭാരങ്ങളിൽ വെച്ച് ഏറ്റവും പ്രയാസമേറിയത് വരെ ഞങ്ങളുടെ പുറം ഭാഗത്തിനറിയാം ഏതാണ് ഏറ്റവും ഭാരമുള്ളതെന്ന്. വലം തഅനഫ് മിൻ ഹംലി അഖസ്സിൽ അസ്ഖാൽ. ഈ ഭാരങ്ങളിൽ തന്നെ ഏറ്റവും മോശമായത് ചുമക്കുന്നതിനും ഞങ്ങൾക്കൊരു വിമുഖതയും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഒമാ മിൻ വാഹിദ് ബൈനന തദമ്മർ മിൻ കഥറത്തിൽ അമൽ വത്തൂലി സാആതിഹി. കുറേ വർക്കിംഗ് ഹവർ അല്ലെങ്കിൽ കുറേ സമയം വർക്ക് ചെയ്യുന്നത് കൊണ്ട് അല്ലെങ്കിൽ കുറേ ജോലി ഉണ്ടായത് കാരണമായിട്ട് അതിൽ വിഷമം പറഞ്ഞ അല്ലെങ്കിൽ അതിൽ ദേഷ്യപ്പെട്ടിട്ടുള്ള ആരും ഞങ്ങളെ ഈ ഒരു കഴുത വംശത്തിൽ ആരും ഉണ്ടാകില്ല എന്ന് പറഞ്ഞു. പിന്നെ ഔ മിൻ റദാഅത്തിൽ അലഫി. ഞങ്ങൾ തിന്നുന്ന കാലിത്തീറ്റ വളരെ മോശമായിട്ടുള്ളതാണ് എന്ന് പറഞ്ഞിട്ടും ആരും എന്ത് ചെയ്തിട്ടില്ല, ദേഷ്യപ്പെട്ടിട്ടില്ല. മാ നഹ്നു ഇല്ലൽ ജലത് വൽ അസ്മ വസ്സബർ قد صورت مخلوقا حيا لنكون قدوة لأمثالكم من الكسالى المترفين. വളരെ മടിയന്മാരായിട്ട് ആഡംബരത്തോടെ ജീവിക്കുന്ന നിങ്ങളെപ്പോലുള്ളവർക്ക് നല്ലൊരു മാതൃകയാണ് ഞങ്ങളെന്ന് പറഞ്ഞാൽ നല്ല ക്ഷമയുടെയും മനക്കരുത്തിൻ്റെയും ഉറപ്പിൻ്റെ അല്ല ഒരു ബോൾഡ്നെസ്, പിന്നെ മാത്രമല്ല നല്ല സഹിക്കുന്നതിൻ്റെ ഒരു സഹനതയുടെ ഒക്കെ ഒരു കൃത്യമായിട്ടുള്ള രൂപമാണ് ഞങ്ങൾ എന്ന് പറയുകയാണ്. പിന്നെ അങ്ങനെയുള്ള ആ ഒരു ക്ഷമയും ഈ മനക്കരുത്തുമൊക്കെ ഒരു സൃഷ്ടിയായി മാറിയത് അല്ലെങ്കിൽ ഒരു ജീവിയായി മാറിയ പോലെയാണ് ഈ കഴുത എന്ന് പറയുന്നത് എന്ന് കഴുത അങ്ങനെ സ്വന്തം പുകഴ്ത്തി പറയുകയാണ്. പിന്നെ വലാക്കിന്നക്കും ലാ തുബ്സിറൂന വലാ തുരീദൂന തഫ്തഹു അയ്യുനക്കും. പക്ഷേ നിങ്ങളൊന്നും കാണുന്നില്ല, ഒന്നും നോക്കുന്നില്ല, നിങ്ങളൊന്ന് മനസ്സിലാക്കുക, അതിലും ചിന്തിക്കാൻ കൂടി നിങ്ങൾക്ക് നേരമില്ല, നിങ്ങൾ അതിലൊന്നും ഉദ്ദേശിക്കുന്നുമില്ല. ഒമാ മിൻ വാഹിദ് മിൻകും യുരീദു അൻ യഅറഖ ലിയസ്തഹിഖ ലുഖ്മതഹു. ഒരു ഉരുള ഭക്ഷണം നിങ്ങൾക്ക് അർഹപ്പെടുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് നേരം ഒന്ന് വിയർക്കാൻ കൂടി എന്ത് ചെയ്യില്ല, നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തതാണ് എന്നാണ് പറയുന്നത്. മുവല്ലഫുക്കും യൻദുറു ഇലാ സഅത്തിൽ ഇൻസിറാഫി വലമ്മ യബ്ദഅ ഫിൽ അമൽ. അപ്പോൾ നിങ്ങളുടെ ഓരോ ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി ചെയ്യുന്ന ആളുകളൊക്കെ ജോലി തുടങ്ങിയിട്ടും കൂടി ഉണ്ടാവില്ല, ആ ഒരു തുടങ്ങാതെ തന്നെ അവനാ വന്നത് മുതൽ നോക്കൽ എന്ത് ചെയ്യും, എപ്പോഴത് അവസാനിക്കുക, എപ്പോഴാണ് വീട്ടിലേക്ക് പോകാൻ നേരാവുക എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത്, നോക്കുന്നതെന്ന് പറയുന്നു. പിന്നെ വയഹ്മുഹുൽ മുറത്തബു വതർഖിയ വലയാനിഹിൽ ഇൻതാജ്. അപ്പോൾ പ്രൊഡക്ടിവിറ്റി എന്നുള്ളത് നിങ്ങളുടെ ഉദ്യോഗസ്ഥർക്ക് ആർക്കും വേണ്ടാത്ത സംഗതിയാണ്. വെറും ശമ്പളം പിന്നെ പ്രൊമോഷൻ ഇത് മാത്രം മതി എന്നർത്ഥം. പിന്നെ തുല്ലാബുക്കും ഇരീദുന ഇർതാസുൽ ഇംതിഹാനാത്ത് ബിഗൈരി ദർസ്. അപ്പോൾ പഠിക്കാതെ എങ്ങനെയും പാസ്സാകാൻ പറ്റുമോ എന്നുള്ള നിങ്ങൾ സ്റ്റുഡൻസൊക്കെ നോക്കുന്നത്. വല യാനിഹുമുൽ ഇൽമു ഫി ദാതിഹി. അപ്പോൾ ഇൽമാണ് എന്നുള്ളവർക്ക് എന്തെങ്കിലും ആർക്കും ഇവിടെ ആവശ്യമില്ല എന്നർത്ഥം, ഈ നമ്മളെ മനുഷ്യന്മാർക്ക്. പിന്നെ ബൽ യത്ലുബുന ഷഹാദ തുഗത്തി ഫീഹിമുൽ ജഹൽ വ തഫ്തഹു ലഹുമുൽ ഖസായിൻ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ട എന്താണ്, സർട്ടിഫിക്കറ്റ്. ആ സർട്ടിഫിക്കറ്റിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജഹൽ, നിങ്ങളുടെ അജ്ഞാത, നിങ്ങൾക്ക് തീരെ ഇൽമില്ലാതിരിക്കുക, അപ്പോൾ അതിനൊക്കെ ഒന്ന് മറക്കുന്ന കുറച്ച് സർട്ടിഫിക്കറ്റ് ഞങ്ങൾക്ക് വേണം. അപ്പോൾ തഫ്തഹു ലഹുമുൽ ഖസായിൻ. അപ്പോൾ അവർക്ക് ഈ ഒരു മനുഷ്യന്മാർക്ക് തുറന്നു കൊടുക്കുന്ന കുറേ ഖജനാവ് തുറന്നു കൊടുക്കുന്ന ഈ സർട്ടിഫിക്കറ്റുമാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് പറയുന്നത്. പിന്നെ ഇന്ന ഷിയാറുൽ കഥീരൻ ഫീക്കും. നിങ്ങൾ കുറേ ആളുകളുടെ മോട്ടോ, ഷിയാർ എന്ന് പറഞ്ഞാൽ മോട്ടോ, ഇവിടെ ഈ ഹെഡിങ്ങാണ് ഷിയാറുൽ കുസാല, മടിയന്മാരുടെ മോട്ടോ എന്നൊക്കെ അർത്ഥം. അപ്പോൾ നിങ്ങളുടെ കുറേ ആൾക്കാരുടെ മോട്ടോ എന്താണ്, അല്ലോ ഇന്ന് ഇന്ന സമ യജിബു അലൈഹാൻ തുംതിറ ദഹബൻ വഫിദ്ദ വനഹ്നു ഖുവ്വത്ത്. ഞങ്ങളവിടെ ഇരിക്കുക, ഈ ആകാശങ്ങൾ എന്തായാലും ഈ വെള്ളിയുടെയും സ്വർണ്ണത്തിൻ്റെയും മഴ അങ്ങനെ പെയ്യിപ്പിക്കട്ടെ, അത് പെയ്യിപ്പിക്കുക നിർബന്ധമാണ് എന്ന് പറയുന്ന ഒരു രീതിയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളത്. ഇത് എഴുതിയ തൗഫീഖുൽ ഹക്കം എന്നവരാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് ട്രാൻസ്ലേഷൻ ചെയ്യുക, ഇതിൻ്റെ പ്രോസസ്സാണ് പറയുന്നത്. ലെറ്റ്സ് ട്രൈ ടു ട്രാൻസ്ലേറ്റ് ദി അബോവ് പാസേജ് ടു ഇംഗ്ലീഷ്. അപ്പോൾ ഈ മേലെയുള്ള ഈ ഒരു പാസേജ് നമുക്ക് ഇംഗ്ലീഷിലേക്ക് ആക്കി നോക്കാം. അപ്പോൾ ആസ് ഇൻഡിക്കേറ്റഡ് അബോവ്, വെരി ഓഫൻ എ ബിഗിനർ ടെൻസ് ടു തിങ്ക് ദാറ്റ് ട്രാൻസ്ലേഷൻ ഈസ് simply an act of changing the vocabulary of one language with another, and it could be done in a single go. ഇപ്പം നമ്മൾ കുറേ ആളുകൾ വിചാരിക്കുന്നത് എന്താണ്, ട്രാൻസ്ലേഷൻ തന്നെ വളരെ സിമ്പിളാണ്, ഇതിലുള്ള വാക്കുകളൊക്കെ നേരെ എന്ത് ചെയ്യുക, അങ്ങോട്ട് മാറ്റി കൊടുത്താൽ മതി മറ്റേ ഭാഷയിലേക്ക് എന്നാണ് നമ്മൾ കുറേ ആൾക്കാർ വിചാരിക്കുന്നത്. അപ്പം അങ്ങനെ മാറ്റി കൊടുത്താൽ ഒറ്റയടിക്ക് എന്ത് ചെയ്യും, അത് ട്രാൻസ്ലേഷനായി. However, it must be borne in mind that translation is not a single act, rather it's a creative process.
അപ്പം നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ്, ട്രാൻസ്ലേഷൻ എന്നുള്ളത് എന്തല്ല ഒരൊറ്റ പണി എന്നുള്ള രീതിയിലല്ല, പക്ഷേ എന്താണ് ട്രാൻസ്ലേഷൻ എന്നുള്ളൊരു ക്രിയേറ്റീവായിട്ടുള്ള പ്രോസസ്സാണ്, ഒരു ക്രിയേറ്റീവായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണെന്നർത്ഥം. അപ്പോൾ ചിന്തിച്ച് നല്ല രീതിയിൽ ആലോചിച്ചിട്ട് വേണം ചെയ്യാൻ, അല്ലാതെ ഒറ്റയടിക്ക് വെറും വാക്കുകൾ മാത്രം മാറ്റി കൊടുത്താൽ പോരാ. ആൻഡ് പ്രോസസ്സസ് ബൈ ഡെഫിനിഷൻ ഇൻവോൾവ് എ സീരീസ് ഓഫ് സ്റ്റെപ്സ്. അപ്പോൾ ഇതിലൊക്കെ വ്യത്യസ്തമായിട്ടുള്ള കുറേ സ്റ്റെപ്പുകളുണ്ട്. ആ ഒരു സ്റ്റെപ്പുകളിലൂടെ ആയിരിക്കണം എന്ത് ചെയ്യേണ്ടത്, ഈ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ആകുന്നത്. അപ്പോൾ ഇൻ സിമ്പിൾ വേർഡ്സ് വി കനോട്ട് സ്ട്രൈറ്റ് അവേ ടേക്ക് അപ്പ് ദ അബവ് പീസ് ഓഫ് റൈറ്റിംഗ് ആൻഡ് ബിഗിൻ ടു കൺവേർട്ട് ഇറ്റ് ഇൻ ടു ദ ഇംഗ്ലീഷ് ലാംഗ്വേജ്. അപ്പോൾ നേരിട്ട് നമുക്ക് ഒറ്റയടിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ആ ഒരു വാക്ക്, ആ ഒരു പീസ് ഓഫ് റൈറ്റിംഗ് നേരാണ്ട് എടുത്തിട്ട് അത് നേരിട്ട് ഇംഗ്ലീഷിലേക്ക് മാറ്റുക, അത് പറ്റൂല. ദർ ആർ എ സീരീസ് ഓഫ് സ്റ്റെപ്സ് ടു ബി ഫോളോഡ്. നമ്മൾ എന്തായാലും ഫോളോ ചെയ്യേണ്ട കുറച്ച് സ്റ്റെപ്പുകൾ കൂടിയുണ്ട്. ആ സ്റ്റെപ്പുകളാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് യു ഹാവ് ടു റീഡ് ദ പാസേജ് എ ഫ്യൂ ടൈംസ്. അപ്പം നമ്മൾ തന്നിട്ടുള്ള ഒരു പാസേജ് എന്ത് ചെയ്യണം, ഒരു കുറച്ച് സമയം വായിക്കണം, 1, 2, 3 കുറച്ച് തവണ നമ്മൾ വായിക്കണം. പിന്നെ അണ്ടർലൈൻ ദ വേർഡ്സ് ദാറ്റ് യു മേ നോട്ട് ബി ഫെമിലിയർ വിത്ത്. അപ്പോൾ നമുക്ക് പരിചയമില്ലാത്ത വാക്കുകളുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അത് അണ്ടർലൈൻ ചെയ്യുക. പിന്നെ ലുക്ക് ഫോർ ദ ഫ്രേസസ് ആൻഡ് ഇഡിയംസ് ഇൻ ദ ടെക്സ്റ്റ് ഇഫ് എനി. വല്ല ഫ്രേസുകളോ ഇഡിയമുകളോ ഈ ഒരു ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, ചെക്ക് ചെയ്യണം. പിന്നെ ബ്രേക്ക് ദ പാസേജ് ഇൻറ്റു സിമ്പിൾ ട്രാൻസ്ലേറ്റബിൾ യൂണിറ്റ്സ് i.e. സെൻറ്റൻസസ്. അപ്പോൾ ഈ ഒരു സെൻറ്റൻസിനെ എന്ത് ചെയ്യുക, നമുക്ക് ഈ ഒരു നൽകേണ്ട പാസേജിനെ ഒരു സെൻറ്റൻസുകളാക്കി മാറ്റാം. നമുക്ക് സിമ്പിളായിട്ട് എന്ത് ചെയ്യാൻ പറ്റുന്ന, ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഓരോ സെൻറ്റൻസുകളാക്കി മാറ്റാം. പിന്നെ അറ്റൻഡ് എ സിമ്പിൾ വേർഡ് ഫോർ വേർഡ് ട്രാൻസ്ലേഷൻ വിത്തൗട്ട് ബോദറിങ് മച്ച് അബൌട്ട് ദി ഹോൾ തിങ് അറ്റ് വൺസ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഒരു വേർഡ് ബൈ വേർഡ് ലിറ്ററൽ ട്രാൻസ്ലേഷൻ എന്ന് പറയുമല്ലോ, ഓരോ വാക്ക് വേർഡായിട്ട് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ അതിൻ്റെ ടോട്ടലി അർത്ഥം കിട്ടുന്നുണ്ടോ ഇല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. ഓരോ വാക്കിൻ്റെയും ഒരു ട്രാൻസ്ലേഷൻ നമുക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ള രീതിയിൽ ഒന്ന് ചെക്ക് ചെയ്യാം. പിന്നെ വാസ് ഡൺ, അത് കഴിഞ്ഞാൽ റൈറ്റ് ദ ട്രാൻസ്ലേറ്റഡ് സെൻറ്റൻസസ് ടു ഫോം എ പാസേജ്. അപ്പോൾ ഈ ഒരു നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ള ഓരോ വാക്കുകളുടെ ട്രാൻസ്ലേഷൻ നമുക്ക് കിട്ടി. അപ്പോൾ എല്ലോട് കൂട്ടിയിട്ട് എന്ത് ചെയ്യുക, ആ ഒരു ട്രാൻസ്ലേറ്റഡ് ചെയ്തിട്ടുള്ള ഒരു സെൻറ്റൻസ് എന്ത് ചെയ്യുക, ടോട്ടലി എഴുതി വെച്ചിട്ട് ഒരു പാസേജ് ആവും. അപ്പോൾ ടോട്ടലി വലിയൊരു പാസേജായി മാറുന്ന അർത്ഥം ടോട്ടലി. പിന്നെ നൗ റീഡ് ഇറ്റ് അഗൈൻ. അപ്പോൾ പിന്നെ എന്ത് ചെയ്യുക, ഒരട്ടം വായിക്കുക, പിന്നെ രണ്ടാമത്തെ വീണ്ടും വായിക്കുക. എന്നിട്ട് ദ ട്രാൻസ്ലേറ്റഡ് പാസേജ് മേ നോട്ട് സൗണ്ട് അപ്പ് ടു ദ മാർക്ക്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ട് തന്നെ അത് അത്ര നല്ലൊരു ട്രാൻസ്ലേഷനായിട്ട് നമുക്ക് തോന്നിക്കോണം എന്നില്ല. അതുകൊണ്ട് തന്നെ നൗ paraphrase the passage without looking at the source text. അപ്പോൾ ഈ ഒരു സോഴ്സ് ടെക്സ്റ്റ് നോക്കാതെ തന്നെ എന്ത് ചെയ്യുക, നമ്മൾ ഈ ഒരു ഇപ്പം നമുക്ക് ഇംഗ്ലീഷിൽ ഇപ്പോൾ അതിന് അറബിയിലുള്ള ആ ഒരു പാസേജ് അത് പിന്നെ നമ്മൾ ഇംഗ്ലീഷിലേക്ക് ഇപ്പോൾ എന്ത് ചെയ്തു, ഒരു ലിറ്ററൽ ട്രാൻസ്ലേഷൻ വേർഡ് ബൈ വേർഡ് ട്രാൻസ്ലേഷൻ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഈ ചെയ്ത് കഴിഞ്ഞ് ഇപ്പോൾ നമ്മളൊരു വേറൊരു മറ്റേ ഇംഗ്ലീഷിലുള്ളൊരു പുതിയൊരു പാസേജ് ഇപ്പോൾ അവിടെ രൂപപ്പെട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതെന്ത് ചെയ്യുക, നമ്മളൊന്ന് റീറൈറ്റ് ചെയ്യുക, ഒരു ഇംഗ്ലീഷുകാരുടെ ഒരു സ്റ്റൈലിലാക്കി മാറ്റുക. അതിന് പാരഫ്രൈസ് ചെയ്താണ് നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ എന്ത് ചെയ്യുക, ആ ഒരു സോഴ്സ് ടെക്സ്റ്റ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യരുത്, വെറും എന്ത് ചെയ്യുക, അപ്പോൾ ഈ ഒരു ഇംഗ്ലീഷ് കൊടുത്തിട്ടുള്ള നമ്മളിപ്പോൾ എഴുതിയിട്ടുള്ള ഒരു പാസേജ് നല്ല രീതിയിലാക്കുക എന്നർത്ഥം. ഈ അറബിക് ഇൻ ഓർഡർ ടു മേക്ക് ഇറ്റ് സൗണ്ട് മോർ ലൈക്ക് ദി ടാർഗറ്റ് ലാംഗ്വേജ്. അപ്പോൾ ടാർഗറ്റ് ലാംഗ്വേജിൻ്റെ അതേ ഒരു പോലെ കൂടുതലായിട്ട് വരുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യാൻ പറയുന്നത്. ദ അബവ് സ്റ്റെപ്പ് ഷുഡ് നോട്ട് ആൾട്ടർ ദി മീനിങ് ഓഫ് ദി ഒറിജിനൽ ടെക്സ്റ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഈ പറഞ്ഞ റീറൈറ്റ് ചെയ്യാൻ പറഞ്ഞല്ലോ, അപ്പോൾ ആ റീറൈറ്റ് ചെയ്യാനാണ് പൂർണ്ണമായിട്ട് വേറെ ഏതോ അർത്ഥമുള്ളൊരു വാക്കായിട്ട് അല്ലെങ്കിൽ ഒരു ആശയമായിട്ട് ചെയ്തിരുത്. എങ്ങനെയാണ് എഴുതേണ്ടത്, നമുക്ക് നൽകിയിട്ടുള്ള സോഴ്സ് ടെക്സ്റ്റിനോട് യോജിക്കുന്ന രീതിയിൽ തന്നെ എന്ത് ചെയ്യണം, ആ ഒരു രീതിയിൽ നല്ല രൂപത്തിൽ മാറ്റി എഴുതാൻ അർത്ഥം. ഏതായാലും ലെറ്റ്സ് നൗ അപ്ലൈ ദ അബവ് മെൻഷൻഡ് പ്രോസസ് ഓൺ ദി ഗിവൻ ടെസ്റ്റ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ഒരു പ്രോസസ്സ് നമുക്ക് എന്ത് ചെയ്യുക, അപ്പോൾ ഈ നമ്മൾ ഷീറുൽ കുസാല പറഞ്ഞല്ലോ, അപ്പോൾ അതിലേക്കൊന്ന് ആഡ് ചെയ്ത് ആ ഒരു രീതിയിൽ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. Yes, first of all, look for the words that you may not know and make a list with the possible equivalents. അപ്പോൾ എന്ത് ചെയ്യുക, അപ്പോൾ നമുക്ക് ഇതിൽ ഈ ഒരു നൽകപ്പെട്ടിട്ടുള്ള പാസേജിൽ കിട്ടാത്ത വാക്കുകൾ എന്ത് ചെയ്യുക, നമ്മളൊന്ന് ലിസ്റ്റാക്കുക. എന്നിട്ട് അതിന് ഏകദേശം സമാനമായി വരുന്ന മറ്റേ ഭാഷയിലുള്ള അർത്ഥങ്ങളും മറ്റേ ഭാഷ വരുന്ന വാക്കുകളും എന്ത് ചെയ്യുക, അതൊന്ന് ലിസ്റ്റാക്കി വെക്കുക. അപ്പോൾ അവിടെ ഹസ ലോഫ് അറ്റ് പോക്ക് ഫണ്ണറ്റ്, പിന്നെ ഇൻസൾട്ട് മോക്ക് ഇറ്റ് ഈസ്, ഇതുപോലെ കുറേ ഉണ്ട് അതിനുള്ള നല്ല വാക്കുകൾ. പിന്നെ ഫസീലത്ത് ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസ്, ഫാമിലി, കാറ്റഗറി, ക്ലാസ് എന്നൊക്കെയാണ് അതിൻ്റെ ഒരു ഗ്രൂപ്പ് എന്നർത്ഥം. പിന്നെ കഥൻ അസിഡ്യൂറ്റി, പെർസിവറൻസ്, പിന്നെ ഇൻഡസ്ട്രി, ഡിലിജൻസ്, ലേബർ, പെയിൻസ്, സ്ട്രെനസ്, സെഡ്യൂലിറ്റി, പിന്നെ ടോയിൽ, ഇഫോർട്ട്, ഡ്രജറി, ഇതുപോലെയുള്ള വ്യത്യസ്തമായിട്ടുള്ള. പിന്നെ അൽ ജിദ്ദി എന്നുള്ളതിന് സീരിയസ്നെസ്, ഏണസ്റ്റ്നെസ്. പിന്നെ അനിഫ എന്ന് പറഞ്ഞല്ലോ, അനിഫ അബ്സ്റ്റെയിൻ ഫ്രം, മാറി നിൽക്കുക, അതിൽ വിമുഖത കാണിക്കാന്നൊക്കെ, ഡിക്ലൈൻ, ഡിസ്ഡെയിൻ, റിഫ്യൂസ്, റിജക്റ്റ്, സ്കോൺ, സ്പേൺ. പിന്നെ അഹസ് എന്നുള്ളതിന് ബേഴ്സ്, കണ്ടംപ്റ്റിബിൾ, പിന്നെ ഡെസ്പിക്കബിൾ, ലോലി, വൈൽ, ഡിഗ്രേഡഡ്. പിന്നെ തദമ്മറ എക്സ്പ്രസിങ് ഡിസാറ്റിസ്ഫാക്ഷൻ ഓൾ ദ ടൈം, ഗ്രംബ്ലിങ്, നാഗിങ്, റിപ്പൈനിങ്, കംപ്ലൈൻറ്റ്, പിന്നെ ഗ്രൗച്ച്, ഗ്രംബിൾ, കംപ്ലൈൻറ്റ്. നമ്മൾ വ്യത്യസ്തമായിട്ട് എന്ത് ചെയ്യുക, ഒരു കാര്യത്തിന് കുറേ പരാതി പറഞ്ഞ ഇത് ഇങ്ങനായി എന്ന് പറയുന്ന ആ ഒരു സ്വഭാവത്തിന് തദമ്മറ എന്ന് പറയാം.
അതിലിഷ്ടപ്പെടാതെ എന്ത് ചെയ്യുക, അതിങ്ങനെ പരാതി പറഞ്ഞുകൊണ്ടിരിക്കുന്നുള്ളൊരു അർത്ഥമാണ്. പിന്നെ അലഫ് എന്ന് പറഞ്ഞാൽ എന്ത്, ഈ ഒരു ഹേ ഓർസ് ഫോർ ക്യാറ്റിൽ, ഫുഡ് ഓഫ് ഹോഴ്സസ് ആൻഡ് കാറ്റിൽ ഫോഡർ അല്ലേ, കാലിത്തീറ്റ എന്നൊക്കെ പറയുന്നത്. പിന്നെ അൽ ജറത്ത് ആണ് എൻഡ്യൂറൻസ്. പിന്നെ ഖുദ്വത്ത് എക്സാമ്പിൾ, മോഡൽ, പാറ്റേൺ, ഐഡിയൽ. പിന്നെ മുത്രഫൂൻ എന്ന് പറഞ്ഞാൽ ലക്സൂറിയസ്, ഒപ്യുലൻറ്റ്, സെൽഫ് ഇൻ്റലിജൻറ്റ്, അഫ്ലുവൻറ്റ്. പിന്നെ സിബാരിറ്റിക്, ഫ്ലറിഷിങ്, പ്രോസ്പെറസ്, ത്രൈവിങ്, വെൽത്തി. പിന്നെ മുറത്തബ്, എമോലുമെൻറ്റ്, സാലറി, വേജസ്. പിന്നെ ഹൊത്ത, യുഹത്തി എന്നുള്ളതിന് എന്താർത്ഥം, സ്പ്രെഡ് ഓവർ, ഡ്രോ റൗണ്ട്, കീപ് സീക്രട്ട്, ക്യാപ്, ക്ലോത്ത്. പിന്നെ കൺസീൽ, കവർ, ഡ്രൈപ്പ്, ഡ്രസ്, എൻവലപ്പ്, മാൻഡിൽ. പിന്നെ ഓവർ സ്പ്രെഡ്, വെയിൽ, റാപ്പ്, അറേഞ്ച്. പിന്നെ ഖസീന, ഖസാഇൻ എന്നുള്ള ട്രഷറി. പിന്നെ ഷിആർ എന്നുള്ളതിന് സൈൻ, സ്ലോഗൻ, വാച്ച് വേർഡ്, എംബ്ലം, ഇൻസീഗ്നിയ. പിന്നെ ക്യാച്ച് വേർഡ്, ഗ്രാഫിറ്റോ, പാസ്വേഡ്, ലോഗോ, മോട്ടോ, ബാഡ്ജ്. പിന്നെ ബാനർ, ഫ്ലാഗ്, മാർക്ക്, സിമ്പിൾ. പിന്നെ സമ, സ്കൈ, ഫേമമെൻറ്റ്. പിന്നെ ഹെവൻ. അപ്പോൾ ഇതുപോലെയുള്ള കുറച്ച് വാക്കുകളാണ്. ഇപ്പോൾ ഇതിൽ പെട്ടെന്ന് നമുക്ക് കിട്ടാത്ത കുറച്ച് വാക്കുകൾ, അറിയുന്ന കുറേ വാക്കുകളുണ്ട്. ഏതായാലും അങ്ങനത്തെ കുറച്ച് വാക്കുകൾ ലിസ്റ്റ് ചെയ്തതാണ്. ഇനി നമുക്ക് വേണമെങ്കിൽ യു മേ ആഡ് ടു ദ ലിസ്റ്റ് ഇഫ് നീഡഡ്, വേണമെങ്കിൽ എന്ത് ചെയ്യുക, വീണ്ടും കുറച്ച് വാക്കുകൾ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് കഴിഞ്ഞതിന് ശേഷം, ഈ ഒരു അബോവ് സ്റ്റെപ്പ് കഴിഞ്ഞതിന് ശേഷം, യു നീഡ് ടു ഫീൽ ഓവർവെൽംഡ് ഓർ വറീഡ് ബൈ ദ നമ്പർ ഓഫ് ഇക്വാലൻസ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ തന്നെ ഈ ഒരു ഒറ്റ വാക്കിനാണ് കുറേ വാക്കുകളുണ്ടല്ലോ. അപ്പോൾ നമ്മൾ കുറേ പറഞ്ഞു, ഒറ്റ വാക്കിനാണ് ഇപ്പോൾ ഷിആർ എന്നുള്ളതിന് കുറേ വാക്കുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ട് എന്ത് ചെയ്യേണ്ട, നമ്മൾ ടെൻഷൻ അടിക്കേണ്ട ഒരു ആവശ്യവുമില്ല. we would once again like you to recall that translation is a creative process. നമ്മൾ ഒന്നും കൂടി ഓർമ്മപ്പെടുത്താണ്, ട്രാൻസ്ലേഷൻ എന്നുള്ളൊരു ക്രിയേറ്റീവ് പ്രോസസ്സാണ്. ഇറ്റ്സ് ലൈക്ക് എ വർക്ക് ഓഫ് ആർട്ട് ആൻഡ് യു കനോട്ട് മേക്ക് എ ബ്യൂട്ടിഫുൾ പീസ് ഓഫ് പെയിൻറ്റിങ് വിത്ത് എ സിംഗിൾ സ്ട്രോക്ക് ഓഫ് എ ബ്രഷ്. അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്, ഇപ്പോൾ നല്ലൊരു പെയിൻറ്റിങ് വരക്കാണ്, ഒറ്റ ഒരു ബ്രഷായിട്ട് ഒന്ന് ഇങ്ങനെ ചലിപ്പിക്കുന്നത് കൊണ്ട് തന്നെ എന്ത് ചെയ്യില്ല, നല്ലൊരു പെയിൻറ്റിങ് ഉണ്ടായി വരില്ല. അപ്പോൾ കുറച്ച് പണികളുണ്ട്. അതേപോലെ ഇതും ഒരു വർക്ക് ഓഫ് ആർട്ടാണ്, ഒരു കലയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനും എന്ത് ചെയ്യണം, നല്ല രീതിയിൽ കുറച്ച് എഫേർട്ട് എടുക്കേണ്ടി വരും എന്ന് പറയാം. പിന്നെ ലെറ്റ്സ് നൗ മൂവ് ടു ദി നെക്സ്റ്റ് സ്റ്റെപ്പ്, അടുത്തൊരു സ്റ്റെപ്പിലേക്ക് പോകാം. ഐ ഹോപ്പ് യു റിമെമ്പർ ഇറ്റ്. വി ഹാവ് ടു നൗ ലുക്ക് ഫോർ ദി ഫ്രേസസ് ആൻഡ് ഇഡിയംസ് ഇൻ ദി ടെക്സ്റ്റ്. ഇതിലുള്ള ഫ്രേസുകളും ഇഡിയംസും ഒന്ന് നമ്മൾ ചെക്ക് ചെയ്യുക. അറബിക് അറ്റ്മോസ്റ്റ് കെയർ ഷുഡ് ബി ടേക്കൺ ടു ലുക്ക് ഫോർ ദി യൂസ് ഓഫ് പ്രിപ്പോസിഷൻ. അപ്പോൾ അറബി വളരെ നമ്മൾ ശ്രദ്ധയോടെ എടുക്കുക. കാരണം ഈ അറബിയിൽ എന്ത് ചെയ്യണം, ഈ ഒരു ഹർഫുകൾ, ഈ പ്രിപ്പോസിഷൻസ് നന്നായിട്ട് ഉപയോഗിക്കാറുണ്ട്. വിത്തൗട്ട് ഗെറ്റിംഗ് ടു ദി കോംപ്ലക്സിറ്റി ഓഫ് അറബി പ്രിപ്പോസിഷൻസ് ഹിയർ, അവർ ഇറ്റ്സ് വർത്ത് നോട്ടിംഗ് ദാറ്റ് ദ യൂസേജ് ഓഫ് പ്രിപ്പോസിഷൻ ഇൻ അറബി ക്യാൻ ബി ഹൈലി ഇഡിയമാറ്റിക് ആൻഡ് മേ നോട്ട് ബി കറസ്പോണ്ട് ടു അതർ ഇംഗ്ലീഷ് ഇക്വലൻസ്. അപ്പോൾ ഈ അറബിയിലുള്ള ഈ ഒരു പ്രിപ്പോസിഷൻ വെച്ചിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഹസ അബി കുറേ പറയുന്നുണ്ട്. ഏതായാലും അതുപോലെയുള്ള കുറേ വാക്കുകൾ, അതൊക്കെ ഒരു ഇഡിയമാറ്റിക്കാണ്, ഒരു ഇഡിയമാറ്റിക് എക്സ്പ്രഷനിൽ പെട്ടതാണ്, ഒരു പ്രയോഗങ്ങളാണ്. അപ്പോൾ അതൊരു പക്ഷേ നമുക്ക് ഇംഗ്ലീഷിൽ ആ ഒരു പ്രിപ്പോഷൻ തന്നെ അതിൻ്റെ നേരിട്ട് പ്രിപ്പോഷൻ്റെ ഒരു ട്രാൻസ്ലേഷൻ ഉണ്ടാവില്ല, അത് നേരിട്ട് കൊടുത്താൽ അതിന് നേരെ ആ ഒരു അർത്ഥം കിട്ടൂല, അങ്ങനെ ചെയ്യാൻ കഴിയൂല. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യണം, നല്ല രീതിയിൽ ശ്രദ്ധിച്ചുകൊണ്ട് ചെയ്യണം, കൈകാര്യം ചെയ്യണം എന്ന് പറയാം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇവിടെ വല്ല പ്രിപ്പോഷൻസ് ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതാണ് ഇവിടെ നോക്കേണ്ടത്. Therefore, learners of Arabic as a foreign language often make errors വെൻ യൂസിങ് പ്രിപ്പോഷൻ. അപ്പോൾ ഈ അറബി ഫോറിൻ ലാംഗ്വേജ് ആയിട്ട് പഠിക്കുന്നത്, ഇപ്പോൾ നമ്മളൊക്കെ ഫോറിൻ ലാംഗ്വേജ് ആയിട്ടാണ് അറബി പഠിക്കുന്നത്. അപ്പോൾ അങ്ങനെ പഠിക്കുന്നവർ കുറേ ആളുകൾ പ്രിപ്പോഷൻസിൽ കുറേ തെറ്റുകൾ വരുത്താറുണ്ട്. ആൻഡ് ദേ നീഡ് എ ഗൈഡൻസ് ഓൺ ദർ യൂസസ് ആൻഡ് ദി സ്ട്രക്ചേഴ്സ് ദാറ്റ് ഇൻവോൾവ് ദം. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ ഇവർക്ക് ഇതെങ്ങനെ ഉപയോഗിക്കണം, അതിൻ്റെ ഘടനകൾ കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്ന രീതിയിൽ ഒരു ഗൈഡൻസ് ഇവർക്ക് വളരെ നിർബന്ധമാണെന്ന് പറയാം. പിന്നെ ഇൻ ബോത്ത് അറബിക് ആൻഡ് ഇംഗ്ലീഷ് സം പ്രിപ്പോഷൻസ് മേ ഹാവ് സെവറൽ മീനിങ് ബട്ട് ചേഞ്ച് അക്കോർഡിംഗ് ടു ദി സെമാൻറ്റിക് ഓർ പ്രാഗ്മാറ്റിക് കോണ്ടെക്സ്റ്റ് ഓഫ് ദി സെൻറ്റൻസ്. ഇവിടെ സെമാൻറ്റിക്സ് എന്ന് പറഞ്ഞാൽ പൊതുവെ അർത്ഥം, അർത്ഥങ്ങളെ പറ്റി പഠിക്കുക, ഒരു വാക്ക് അതിൻ്റെ അർത്ഥം എന്തായിരിക്കും എന്നുള്ള പഠിക്കലാണ് സെമാൻറ്റിക്സ് എന്ന് പറയുന്നത്. പ്രാഗ്മാറ്റിക്സ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഈ സന്ദർഭം, ഓരോ വാക്ക് ഏത് രീതിയിലാണ് സന്ദർഭത്തിലാണ് ഉപയോഗിക്കേണ്ടതെന്ന് പറയുന്ന ഒരു മേഖല. സന്ദർഭത്തിന് എത്രത്തോളം നമ്മൾ പറയുന്ന ഒരു വാക്കുകൾക്ക് സ്വാധീനം ഉണ്ട് എന്നൊക്കെ പറയുന്ന ഒരു മേഖലയാണ് പ്രാഗ്മാറ്റിക്. അപ്പോൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ ഓരോ അർത്ഥങ്ങൾ അറബിയിലും ഇംഗ്ലീഷിലും ചില പ്രിപ്പോഷൻസ് വ്യത്യസ്തമായിട്ടുള്ള അർത്ഥങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ എന്ത് ചെയ്യുക, ഓരോ ആ ഒരു സന്ദർഭത്തിൽ വരുന്ന സമയത്ത് എന്ത് ചെയ്യാം, അതിൻ്റെ അർത്ഥങ്ങളൊക്കെ മാറിയേക്കാം എന്നർത്ഥം. പിന്നെ സം പ്രിപ്പോഷൻസ് ആർ യൂസ്ഡ് സ്പെസിഫിക്കലി വിത്ത് സെർട്ടൻ നൗൺസ്. അപ്പോൾ ചില ഈ ഹർഫുകൾ, ചില അക്ഷരങ്ങളൊക്കെ പൊതുവെ ഈ ഒരു നൗണുകൾ, വെർബുകൾ, ഈ അജക്റ്റീവുകൾക്ക് അതിൻ്റെ ഒപ്പം മാത്രമേ, ആസ് ഫിക്സ്ഡ് എക്സ്പ്രഷൻസ് അതിൻ്റെ ഒപ്പം മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ.
One difference between Arabic and English is that while a preposition might be a vital in the Arabic sentence, it may not be needed in English sentence and vice versa. അപ്പോൾ ഈ അറബിയിലും ഇംഗ്ലീഷിലുള്ള ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ചില സമയത്ത് അറബിയിൽ പ്രിപ്പോഷൻസ് വളരെ നിർബന്ധമായിരിക്കും, ഇംഗ്ലീഷിൽ വേണ്ടി വരില്ല. ചില സമയത്ത് ഇംഗ്ലീഷിൽ വേണ്ടി വരും, അറബിയിൽ ആ ഒരു പ്രിപ്പോഷൻസ് വേണ്ടി വരില്ല എന്നർത്ഥം. മോറോവർ ദ മീനിങ് ആൻഡ് യൂസേജ് ഓഫ് പ്രിപ്പോഷൻ ഇൻ ഇംഗ്ലീഷ് മേ ഡിഫർ സിഗ്നിഫിക്കൻ്റ്ലി ഫ്രം അറബിക്. എന്നാലും ഇംഗ്ലീഷിലുള്ള ആ ഒരു പ്രിപ്പോഷൻസിൻ്റെ ഉപയോഗം, അതിൻ്റെ അർത്ഥങ്ങളൊക്കെ ഒരു പക്ഷേ അറബിയിൽ നിന്നും എത്രയോ അതോടൊപ്പം തന്നെ അറബിയിൽ നിന്ന് എത്രയോ വ്യത്യസ്തമായിട്ടുണ്ട് എന്നർത്ഥം. ഇപ്പോൾ ഇംഗ്ലീഷിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൻ്റെ ഒരു ഉപയോഗങ്ങൾ, ഇതിൻ്റെ അർത്ഥങ്ങളൊക്കെ വ്യത്യസ്തമായിട്ട് തീർത്തും അറബിയിൽ നിന്ന് തീർത്തും വ്യത്യസ്തമാണെന്നർത്ഥം. പിന്നെ ദെർഫോർ വൺ ഷുഡ് നോട്ട് അസ്യൂം ഡയറക്റ്റ് ഇക്വാലൻസ് ബിറ്റ്വീൻ പ്രിപ്പോഷൻ ഇംഗ്ലീഷ് ആൻഡ് അറബിക്. അതുകൊണ്ട് തന്നെ അറബിയിൽ ഒരു പ്രിപ്പോഷനുകളെ നേരിട്ട അർത്ഥം ഇംഗ്ലീഷ് കൊടുക്കാൻ പാടില്ല, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ ഒരു പ്രിപ്പോഷനുകളെ നേരിട്ടുള്ള അർത്ഥം അറബിയിൽ കൊടുക്കാൻ പാടില്ല എന്നർത്ഥം. Getting back to the given text, let's see the preposition used and prepare list. അപ്പോൾ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ള പ്രിപ്പോഷൻസ് എന്ത് ചെയ്യാം നമുക്ക് നോക്കാം, എന്നിട്ട് അതിൻ്റെ ലിസ്റ്റ് തയ്യാറാക്കാം. അപ്പോൾ കാലലി ഇവിടെ ഒരു ലാമ ഉപയോഗിച്ചിട്ടുണ്ട്, പിന്നെ ലാ തഹ്സ ബി ഇവിടെ ബി ഉപയോഗിച്ചിട്ടുണ്ട്, ഇഷ്തഹറത്ത് ബിൽ കദ്ദി അവിടെ ഒരു ബാ ഉപയോഗിച്ചിട്ടുണ്ട്, പിന്നെ വലം തനഫ് മിൻ ഉപയോഗിച്ചിട്ടുണ്ട്, പിന്നെ ഇലാഫി എന്നുള്ളതൊക്കെ ഓരോ ബാക്കിയുണ്ടെങ്കിൽ അതും കൂടി എഴുതി കൊടുക്കാം. പിന്നെ അങ്ങനെ ഇൻ ദി ലൈറ്റ് ഓഫ് ദി അബോവ് referred to facts you must take care while translating the verbs or nouns followed or preceded by the prepositions. നമ്മൾ നേരത്തെ പറഞ്ഞത് പ്രകാരം എന്ത് ചെയ്യണം, നമ്മൾ ഈ വെർബുകൾ നോണുകളൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം, നമ്മൾ വളരെ സൂക്ഷിക്കണം. കാരണം ചില സമയത്ത് എന്ത് ചെയ്യും, ഈ പ്രിപ്പോഷൻസ് മുമ്പ് വന്നിട്ടുണ്ടാവും അല്ലെങ്കിൽ ശേഷം വന്നിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് എന്ത് ചെയ്യണം നമ്മൾ ചെയ്യണം എന്നർത്ഥം. അപ്പോൾ ലെറ്റ്സ് മൂവ് ടു ദി നെക്സ്റ്റ് സ്റ്റെപ്പ് ആൻഡ് ബ്രേക്ക് ദ ഹോൾ പാസേജ് ഇൻ ടു ചങ്ക്സ് ഓർ സിമ്പിൾ സെൻറ്റൻസ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു പുതിയ സ്റ്റെപ്പ് പോവുക. ആ സ്റ്റെപ്പിൽ ഈ ഒരു പാസേജിനെ വളരെ സിമ്പിൾ സെൻറ്റൻസുകളാക്കി നമ്മൾ മാറ്റാൻ പോവുകയാണ്. അപ്പോൾ സോഴ്സ് ലാംഗ്വേജ്, ടാർഗറ്റ് ലാംഗ്വേജ്, റിമാർക്സ്. Note, while doing this step, go back to the list of word meanings that we have prepared. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഈ ഓരോ വാക്കിന് അർത്ഥങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതെന്ത് ചെയ്യണം, നമ്മൾ ഈ ഒരു സ്റ്റെപ്പിൻ്റെ സമയത്ത് എന്ത് ചെയ്യണം, നമ്മൾ അത് നന്നായിട്ട് റെഫർ ചെയ്യേണ്ടി വരും. യു മൈറ്റ് ഹാവ് വേരിയസ് സിനോണിംസ് ദാറ്റ് മേ സീം അപ്രോപ്രിയേറ്റ് ബട്ട് ട്രൈ ടു പിക്ക് ദ സിംപ്ലസ്റ്റ് ആൻഡ് ദി ക്ലോസസ്റ്റ് ട്രാൻസ്ലേഷൻ അറ്റ് ദി സ്റ്റെപ്പ്. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പിൻ്റെ സമയത്ത് നമുക്ക് ഈ ഒരു വാക്കിനാണ് കുറേ സിനോണിംസ് നമുക്ക് കിട്ടിയേക്കാം. എന്നാലും എന്ത് ചെയ്യുക, ഏറ്റവും യോജിച്ചതും അതോടൊപ്പം തന്നെ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒന്ന് മാത്രം എന്ത് ചെയ്യുക, നമ്മൾ സെലക്ട് ചെയ്യാമെന്നർത്ഥം. അപ്പോൾ കുറേ യോജിക്കുന്നതായിട്ട് തോന്നിയാലും ഏറ്റവും സിമ്പിൾ ഏതാണ്, പെട്ടെന്ന് തന്നെ നമ്മൾ മനസ്സിലേക്ക് ആ ഒരു വാക്കിന് അർത്ഥം വരുന്നത് എഴുതിയാൽ മതി. അപ്പോൾ കാലലി ഹിമാരി മൈ ഡോങ്കി സെറ്റ് ടു മീ, അതാണ് ടാർഗറ്റ് ലാംഗ്വേജിൽ നമ്മളിപ്പോൾ സിമ്പിളായിട്ട് എഴുതുന്നത്. അപ്പോൾ ട്രൈ ടു ബി ആസ് സിമ്പിൾ ആൻഡ് ക്ലിയർ ആസ് പോസിബിൾ, ഏറ്റവും ക്ലിയറും ഏറ്റവും സിമ്പിളാണ് നമ്മൾ ശ്രമിക്കണം. വിത്തൗട്ട് ലുക്കിംഗ് ഫോർ എനി ഫാൻസി വേർഡ് ഓർ എക്സ്പ്രഷൻ. അപ്പോൾ നല്ല ഫാൻസി വേർഡ്സ്, നല്ല രസമുള്ള കുറേ വാക്കുകളൊക്കെ ഉണ്ടാക്കും, പക്ഷെ അതൊന്നും നമ്മൾ എടുക്കാതെ വളരെ സിമ്പിൾ മാത്രം എടുക്കാം. പിന്നെ അല്ലാ തഹ്സ ബി വബി ജിൻസി, അപ്പോൾ എന്നെ പരിഹസിക്കരുത് എന്നുള്ള ഡോണ്ട് സെൽ മീ ഓൺ മൈ സ്പീഷ്യസ്. അപ്പോൾ യു മേ യൂസ്, നമുക്ക് എന്ത് ഉപയോഗിക്കാം, ലോഫ് അറ്റ് എന്ന് ഉപയോഗിക്കാം, പോക്ക് ഫൺ അറ്റ് എന്നുള്ളതൊക്കെ ഉപയോഗിക്കാം. ദാറ്റ് വിൽ ബി ഡിസ്കസ് ഇൻ ദിസ് സ്റ്റെപ്പ്. നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഇതിനെപ്പറ്റി നമുക്ക് കൂടുതലായിട്ട് പറയുന്നുണ്ട്. പിന്നെ ബലി ബിനഫ്സിക്ക വബിജിൻസിക്ക ഇൻസെറ്റ് ലോഫ് അറ്റ് യുവർ സെൽഫ് ആൻഡ് യുവർ സ്പീഷ്യസ്. അപ്പോൾ നിങ്ങൾ സ്വന്തം പരിചയിച്ചോളൂ എന്നർത്ഥം. പിന്നെ ഫനഹ്നു ഫസീല വി ആർ എ ഗ്രൂപ്പ്. പിന്നെ ഖദ് സഹറത്ത് ബിൽ കദ്ദി വൽ ജിദ്ദി ആൻഡ് ദാറ്റ് ബിക്കെയിം ഫേമസ് ഫോർ perseverance and seriousness. അപ്പോൾ നോട്ടീസ് ദാറ്റ് വി ഹാവ് ട്രാൻസ്ലേറ്റഡ് ദ വേർബ് ഇഷ്തഹറത്ത് ഇൻ ദി പാസ്റ്റ് ടെൻസ്. അപ്പോൾ നമ്മളിവിടെ ഈ ഇഷ്തഹറത്ത് എന്നുള്ളത് ഒരു ബിക്കെയിം ഫേമസ് എന്നുള്ള ഒരു പാസ്റ്റ് ടെൻസിലാണ് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ലഖദ് അറഫത്ത് ളുഹൂറുന അശഖൽ അസ്ഖാൽ എന്നുള്ളത്, ഓഫ് കോഴ്സ് അവർ ബാഗ്സ് ഹാവ് നോൺ ദ ടഫസ്റ്റ് ഓഫ് ദി ലോഡ്സ്. അപ്പോൾ അതാണ് വളരെ സിമ്പിൾ ട്രാൻസ്ലേഷൻ ആയിട്ടുള്ളത്. അപ്പോൾ കുഡ് ബി ട്രാൻസ്ലേറ്റഡ് ഇൻ മെനി വേസ് ബട്ട് വി ഫോളോ ദ റൂൾ ഓഫ് കീപ്പിംഗ് ഇറ്റ് സിമ്പിൾ. ദിസ് മേ ബി റിവേഴ്സ് ലേറ്റർ. അപ്പോൾ ഇപ്പോൾ നമ്മൾ കുറേ നല്ല രീതിയിൽ നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റിയേക്കാം, എന്നാലും ഏറ്റവും സിംപ്ലസ്റ്റ് ആക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ നോക്കുന്നത് എന്നർത്ഥം. പിന്നെ വലം തനഫ് മിൻ ഹംലി അഖസ്സിൽ അസ്ഖാൽ ആൻഡ് വി ഹാവ് നെവർ റിഫ്യൂസ്ഡ് ദി മീനസ്റ്റ് ഓഫ് ലോഡ്സ്. മീനസ്റ്റ് ഓഫ് ലോഡ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏറ്റവും മോശമായിട്ടുള്ളത് എന്നുള്ള ഒരു ആശയത്തിലാണ് ഇവിടെ ഉള്ളത്. പിന്നെ ഒമാ മിൻ വാഹിദ് ബൈനന തദമ്മറ മിൻ കഥറത്തിൽ അമൽ വതൂലി സആതിഹി ഔ മിൻ റദാഅത്തിൽ അലഫ്. And not one amongst us has complained about the extra work or long work hours, neither about the badness of the fodder.
ഫോഡർ എന്ന് പറഞ്ഞു കാലിത്തീറ്റ എന്നുള്ള അർത്ഥത്തിൽ. പിന്നെ ഇവിടെ വി വുഡ് ലൈക്ക് ടു വൺസ് അഗെയിൻ റീറ്ററേറ്റ് ദ ഫാക്ട് ദാറ്റ് യു ഹാവ് ടു ബി ആസ് ക്ലോസ് ടു ദി ഒറിജിനൽ ടെക്സ്റ്റ് ആൻഡ് സ്ട്രക്ചർ ആസ് പോസിബിൾ. അപ്പോൾ നമ്മൾ കഴിയുന്നത്ര എന്ത് ചെയ്യണം, ഈ ഒറിജിനൽ ടെക്സ്റ്റിൻ്റെ ടെക്സ്റ്റിനോടും വളരെ അടുത്താവാൻ ശ്രമിക്കണം. വിത്തൗട്ട് വറിയിങ് അബൌട്ട് ദി ഔട്ട്കം അറ്റ് ദിസ് പോയിന്റ്. അപ്പോൾ ഞാൻ ടോട്ടലി ഇപ്പോൾ എന്താണ് ആവുക എന്നുള്ളത് നമ്മൾ വറി ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ പരമാവധി ഏറ്റവും അതിനോട് യോജിക്കുന്ന രീതിയിൽ തന്നെ എഴുതുക. പിന്നെ മാ നഹ്നു ഇല്ലൽ ജലദ് വൽ അസ്മ വസ്സബ്ർ ഖദ് സവറത് മഖ്ലൂഖൻ ഹയ്യൻ. ഈ ഒരു ക്ഷമ, പിന്നെ ഈ ഒരു മനക്കരുത്തൊക്കെ ഒരു ജീവി രൂപമായ രീതിയിലാണ് എന്നാണ് പറയുന്നത് അല്ലേ. വി ആർ നത്തിങ് ബട്ട് എൻഡ്യൂറൻസ്, സ്റ്റെഡ് ഫാസ്റ്റ്നെസ് ആൻഡ് പേഷ്യൻസ് ദാറ്റ് ഹാസ് ടേൺഡ് ഇൻ ടു എ ലിവിങ് ക്രീച്ചർ. പിന്നെ അടുത്തത് നകൂന ഖുദ്വ ലി അംസാലിക്കും മിനൽ കുസാല അൽ മുത്രിഫീൻ, സോ ദാറ്റ് വി ക്യാൻ ബി ആൻ എക്സാമ്പിൾ ഫോർ ലൈക്സ് ഓഫ് യു ഹു ആർ ലേസി ആൻഡ് അഫ്ലുവൻറ്റ്. പിന്നെ വലാകിനക്കും ലാ തുബ്സിറൂന വലാ തുരീദൂന അൻ തഫ്തഹു അയുനക്കും ബട്ട് യു ഡോണ്ട് സീ ആൻഡ് യു ഡോണ്ട് വാണ്ട് ടു ഓപ്പൺ യുവർ ഐസ് അല്ലേ. പിന്നെ അടുത്തത് മാ മിൻ വാഹിദ് മിൻകും യുരീദു അൻ യഅറഖ ലിയസ്തഹിഖ ലുഖ്മതഹു, നോട്ട് എനിബഡി അമംഗ്സ്റ്റ് യു വാണ്ട്സ് ടു സ്വെറ്റ് ടു ഏൺ ഹിസ് ഫുഡ് അല്ലേ. ലുഖ്മത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉരുള എന്നർത്ഥം, നമ്മൾ ഈ തിന്നുന്ന ഒരു ഉരുളാക്കി തിന്നുമല്ലോ. അപ്പോൾ അതിനാണ് യഥാർത്ഥത്തിൽ പറയല്. ഇവിടെ എന്ത് ചെയ്തിട്ട് ടു ഏൺ ഹിസ് ഫുഡ് എന്നുള്ളൊരു ട്രാൻസ്ലേഷൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഇംഗ്ലീഷിൻ്റെ അർത്ഥം പറയാത്തത് അതേ അർത്ഥം തന്നെയാണ് അറബിയിൽ നമ്മൾ പറഞ്ഞത് തന്നെയാണ്, അതുകൊണ്ടാണ് ആവർത്തിക്കാത്തത്. പിന്നെ موظفكم ينظر إلى ساعة الانصراف ولما يبدأ في العمل. Your employee looks for the time of departure although he has not begun his work yet. പിന്നെ ويهمه المرتب والترقية ولا يعنيه الإنتاج, and it's the salary and the promotion that concerns him and he is not bothered about the productivity. പിന്നെ وطلابكم يريدون أن يجتازوا الامتحانات بغير درس, and your students want to qualify exams without studying. പിന്നെ ولا يعنيهم العلم في ذاته, and they don't care about the actual knowledge. പിന്നെ بل يطلبون شهادة تغطي فيهم الجهل وتفتح لهم الخزائن. Rather they want degrees that can cover their ignorance and open the treasures for them. പിന്നെ إن شعار الكثيرين فيكم اليوم هو, the motto of many people among you today is. പിന്നെ إن السماء يجب عليها أن تمطر ذهبا وفضة ونحن قعود. It's an obligation for the sky to shower gold and silver on us while we are sitting. പിന്നെ സി അഗൈൻ വി ആർ സ്ട്രിക്ട്ലി ഫോളോവിങ് ദി സോഴ്സ് ടെക്സ്റ്റ്. അപ്പോൾ നമുക്ക് ഈ ഒരു ട്രാൻസ്ലേഷൻസ് ഒക്കെ നോക്കിയാൽ നമ്മൾ ഈ ഒരു ഒറിജിനൽ സോഴ്സ് ടെക്സ്റ്റുമായിട്ട് വളരെയധികം സ്ട്രക്ചറിലും എല്ലാത്തിലും സാമ്യതയുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇനി അടുത്തൊരു സ്റ്റെപ്പ്, ലെറ്റ്സ് നൗ മൂവ് ഓൺ ടു ദി നെക്സ്റ്റ് സ്റ്റെപ്പ് ആൻഡ് റൈറ്റ് ദി അബോവ് പാസേജ്, റീഡ് ഇറ്റ് ടു സീ ഹൗ വെൽ ഇറ്റ് സൗണ്ട്സ്. അപ്പോൾ നമ്മൾ നേരത്തെ ഈ ഒരു ഇപ്പോൾ ഓരോന്നോരോ ടേബിളാക്കിയിട്ടാണ് ചെയ്തത്. ഈ ടേബിളിലാക്കിയത് ഫുള്ള് ഒപ്പം എന്ത് ചെയ്യാണ്, ഒരു എല്ലാം കൂടിയിട്ട് ഒരു പാസേജ് ആക്കിയിട്ട് എന്ത് ചെയ്യാണ്, എഴുതുകയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇത് ആവർത്തിച്ച് വായിക്കേണ്ട ആവശ്യമില്ലാന്ന് തോന്നുന്നു, കാരണം നേരത്തെ ഇപ്പോൾ നമ്മൾ ടേബിളിലാക്കിയത് ഒന്ന് ഫുള്ളൊരു പാസേജ് പോലെ എന്ത് ചെയ്യാണ്, മാറ്റി എഴുതുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അത് വായിക്കുന്നില്ല. ഇനി അടുത്ത സ്റ്റെപ്പ് നമുക്കൊന്ന് വായിച്ചു നോക്കാം. നൗ റീഡ് ദി അബോവ് പാസേജ് മൾട്ടിപ്പിൾ ടൈംസ് ആൻഡ് യു വിൽ ഇൻഡീഡ് ഫീൽ ലാക്ക് ഓഫ് ഫ്ലോ ആൻഡ് കൊഹറൻസ് അറ്റ് സം പ്ലേസസ് വൈൽ യു മേ ലൈക്ക് ടു ചേഞ്ച് സർട്ടൻ വേർഡ്സ് ഓർ എക്സ്പ്രഷൻസ് വിത്ത് ബെറ്റർ അൾട്ടർനേറ്റീവ്സ്. അപ്പോൾ നമ്മൾ ഈ മേലുള്ള, അപ്പോൾ നമ്മൾ ഈ ഒരു ടേബിളിലുള്ളത് പരത്തി എഴുതി അല്ലേ, ഒരു പാസേജാക്കി മാറ്റി എഴുതി. അപ്പോൾ ആ ഒരു സമയത്ത് അത് നമ്മൾ കുറേ വട്ടം വായിച്ച് നോക്കണം. ആ വായിച്ച് നോക്കുന്ന സമയത്ത് ഒരു ഫ്ലോ ഇല്ലായ്മ അല്ലെങ്കിൽ ഒരു എന്തൊക്കെ ഒരു ഒപ്പം യോജിപ്പില്ലായ്മ ഒക്കെ നന്നായിട്ട് എന്ത് ചെയ്യുക, ഫീൽ ചെയ്തേക്കാം ചില സ്ഥലങ്ങളിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാം, നമുക്ക് ചില വാക്കുകളൊക്കെ മാറ്റി കൊടുക്കാം. ചില എക്സ്പ്രഷൻസൊക്കെ ഏറ്റവും ബെസ്റ്റ് അൾട്ടർനേറ്റീവ്സ് ഉണ്ടാവും. ഈ ഒരു വാക്കിന് ഉപയോഗിക്കുന്നതിനേക്കാൾ നല്ലത് മറ്റൊരു വാക്ക് ഉപയോഗിക്കുന്നതായിരിക്കും. അപ്പോൾ അത് നോക്കിയിട്ട് എന്ത് ചെയ്യാം, നമുക്ക് അങ്ങനെ മാറ്റി എഴുതാം എന്നർത്ഥം. ദിസ് കുഡ് ബി ഡൺ വിത്തൗട്ട് ബ്രേക്കിംഗ് ദ ഹോൾ thing again, but for the ease of understanding and comparison, let's do it again in the same format. അപ്പോൾ ഇനി താഴെ കൊടുക്കുന്നത് നമ്മളൊരു ടേബിൾ പോലെയാണ് ഇപ്പോൾ അടിയിൽ കൊടുക്കുന്നത്, അതേപോലെ ചെയ്യണമെന്നില്ല. എന്നാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒറ്റയടിക്ക് ഇപ്പോൾ നമ്മൾ ഈ ഒരു മാറ്റി എഴുതിയിട്ടുള്ള ഒരു പാസേജ്, ആ പാസേജിൽ നിന്ന് തന്നെ എന്ത് ചെയ്താൽ മതി, മാറ്റി എഴുതിയാൽ മതി. അതിലുള്ള ആവശ്യമില്ലാത്ത അല്ലെങ്കിൽ നല്ല അൾട്ടർനേറ്റീവ്സ് ഉള്ള വാക്കുകൾ എന്ത് ചെയ്യുക, ആ ഒരു അൾട്ടർനേറ്റീവ് വെച്ചിട്ട് എന്ത് ചെയ്യാം, നമുക്ക് മാറ്റി കൊടുക്കാം ഈ ഒരു സമയത്ത് നേരത്തെ തന്നെ. അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ ചെയ്യുന്നതാണ് ഒരു ടേബിളാക്കി ചെയ്യുന്നു എന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നേരത്തെ നമ്മൾ പരത്തി ചെയ്തത് വീണ്ടും ബ്രേക്ക് ചെയ്തുകൊണ്ട് ഒരു ടേബിൾ പോലെ ആക്കേണ്ട ആവശ്യമില്ല. എന്നാലും ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ മനസ്സിലാക്കാനും കമ്പയർ ചെയ്യുന്നതിന് വേണ്ടി ചെയ്യുന്നുണ്ടെന്ന് അർത്ഥം. അപ്പോൾ ഫസ്റ്റ് ഡ്രാഫ്റ്റിലുള്ളത് മൈ ഡോങ്കി സെറ്റ് ടു മീ. അപ്പോൾ ഇവിടെ നമുക്ക് വളരെ റിവൈസ് ചെയ്താണ് കുറച്ചുകൂടി നല്ല രീതിയിൽ കൊടുക്കുന്നത്. മൈ ഡോങ്കി ടോൾഡ് മീ അല്ലെങ്കിൽ അഡ്രസ്ഡ് മീ എന്ന് കൊടുക്കും. പിന്നെ ഡോണ്ട് ഇൻസൾട്ട് മീ ആൻഡ് മൈ സ്പീഷ്യസ്, അവിടെ ഡോണ്ട് മോക്ക് മീ ആൻഡ് മൈ ബ്രദറൻ. ബ്രദറൻ എന്നുള്ളത് യഥാർത്ഥത്തിൽ ബ്രദറിൻ്റെ ഒരു ഫാൻസി പ്ലൂറൽ ഫോം എന്നാണ് പറയാറുള്ളത്. പിന്നെ ആയിക്കോട്ടെ. പിന്നെ ഇൻസ്റ്റെഡ് ലോഫ് അറ്റ് യുവർ സെൽഫ് ആൻഡ് യുവർ സ്പീഷ്യസ് എന്നുള്ളത് ഇൻഫാക്ട് യു മസ്റ്റ് റെഡിക്യൂൾ യുവർ സെൽഫ് ആൻഡ് യുവർ ബ്രദറൻ എന്നുള്ളത് ആ രീതിയിലാക്കാം. പിന്നെ ആസ് വി ആർ ഗ്രൂപ്പ് എന്നുള്ളത് ആസ് യു നോ വി ആർ എ സ്പീഷ്യസ് എന്നുള്ളത് ആ രീതിയിൽ റിവൈസ് ചെയ്യുക. പിന്നെ അടുത്തത് ദാറ്റ് ബിക്കെയിം ഫേമസ് ഫോർ പെർസിവറൻസ് ആൻഡ് സീരിയസ്നെസ് എന്നുള്ളത് ദാറ്റ്സ് നോൺ ഫോർ ഇറ്റ്സ് പെർസിവറൻസ് ആൻഡ് സീരിയസ്നെസ് എന്നുള്ള രീതിയിലാക്കി മാറ്റുക. അപ്പോൾ ആ ഒരു നോൺ
ഫോർ എന്നുള്ള രീതിയിലാണ് ആ ഫേമസ് ഉള്ളത് മാറ്റിയിട്ട് എഴുതുന്നത്. പിന്നെ അടുത്തത് ഓഫ് കോഴ്സ് അവർ ബാക്സ് ഹാവ് നോൺ ദ ടഫസ്റ്റ് ഓഫ് ദി ലോഡ്സ് എന്നുള്ളത് ഇൻഡീഡ് അവർ ബാക്ക് ഹാവ് ബോൺ ദ ടഫസ്റ്റ് ലോഡ്സ് എന്നർത്ഥം. അപ്പോൾ ബോൺ എന്നുള്ളത് ഒരു വഹിക്കുക എന്നുള്ള അർത്ഥത്തിൽ. പിന്നെ ആൻഡ് വി ഹാവ് നെവർ റിഫ്യൂസ്ഡ് ദി മീനസ്റ്റ് ഓഫ് ലോഡ്സ്, അതിനെ ആൻഡ് ഹാവ് നെവർ എവർ റിഫ്യൂസ്ഡ് ടു ക്യാരി ദ മീനസ്റ്റ് ലോഡ്സ് എന്നുള്ള രീതി, ആ നെവർ എവർ എന്നുള്ള ഒരു ഉപയോഗം എന്ത് ചെയ്യുക അവിടെ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ആൻഡ് നോട്ട് വൺ amongst us has complained about the extra work or long work hours, neither about the badness of the fodder. നോട്ട്, അപ്പോൾ അതിനെ റിവൈസ് ചെയ്യുന്നത് നോട്ട് ഈവൻ എ സിംഗിൾ സോൾ ഫ്രം അസ്, ആ ഒരു കൂടുതൽ സിംഗിൾ സോൾ എന്നുള്ള ആഡ് ചെയ്യുന്നുണ്ട്. ഫ്രം അസ് ഹാസ് നെവർ കംപ്ലൈൻഡ് അബൌട്ട് ടു മച്ച് ഓഫ് വർക്ക്, അവിടെ ലോങ് എക്സ്ട്രാ വർക്ക് എന്നുള്ളത് ടു മച്ച് ഓഫ് വർക്ക് ഓർ അൺഡ്യൂലി ലോങ് വർക്കിംഗ് ഹവേഴ്സ്, അവിടെ അൺഡ്യൂലി എന്നുള്ള ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നെയ്തർ ഹാവ് വി കംപ്ലൈൻറ്റ് അബൌട്ട് ദി ബാഡ് ഫോഡർ അല്ലേ, അപ്പോൾ നെയ്തർ ഹാവ് വി കംപ്ലൈൻറ്റ് എന്നൊക്കെ അതിൽ അത് ഈ ഒരു ആഡ് ചെയ്യുന്നതിലൊക്കെ ഒരു ഭംഗി ആ ഒരു ഭാഷയ്ക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇംഗ്ലീഷിനോട് ഏറ്റവും സാമ്യമായിട്ടുള്ള ഏറ്റവും നല്ല രീതിയിൽ എഴുതുക എന്നുള്ളതാണല്ലോ, അതാണ് ഇവിടെ ചെയ്തത്. പിന്നെ വി ആർ നത്തിങ് ബട്ട് എൻഡ്യൂറൻസ് ആൻഡ് സ്റ്റെഡ്ഫാസ്റ്റ്നെസ് ആൻഡ് പേഷ്യൻസ് ദാറ്റ് ഹാസ് ടേൺഡ് ഇൻ ടു എ ലിവിങ് ക്രീച്ചർ എന്നുള്ളത് വി ആർ നത്തിങ് ബട്ട് എൻഡ്യൂറൻസ് സ്റ്റെഡ്ഫാസ്റ്റ്നെസ് ആൻഡ് പേഷ്യൻസ് പേഴ്സോണിഫൈഡ് ഇൻ ടു ലിവിങ് ക്രീച്ചേഴ്സ്. ആ പേഴ്സണിഫൈഡ് എന്നുള്ളത് അവിടെ നമ്മളെ ടേൺഡ് ടു എന്നുള്ളത് എന്ത് ചെയ്തു, പേഴ്സണിഫൈഡ് എന്നുള്ള ആഡ് ചെയ്തപ്പം ആ ഒരു ഭാഷയ്ക്കൊരു ഭംഗി കിട്ടി അവിടെ, അതാണ് ഇപ്പോൾ ഇവിടെ ചെയ്യുന്നത്. പിന്നെ അടുത്തത് സോ ദാറ്റ് വി ക്യാൻ ബി ആൻ എക്സാമ്പിൾ ഫോർ ലൈക്സ് ഓഫ് യു ഹു ആർ ലേസി ആൻഡ് അഫ്ലുവൻറ്റ്, അപ്പോൾ അതിനെ സോ ദാറ്റ് വി മേ ബി എ റോൾ മോഡൽ ഫോർ ദ ലേസി ആൻഡ് അഫ്ലുവൻറ്റ് പീപ്പിൾ ലൈക്ക് യു എന്നുള്ള ഒരു രീതിയിലേക്ക് മാറ്റി എഴുതി. പിന്നെ അടുത്തത് ബട്ട് യു ഡോണ്ട് സീ ആൻഡ് യു ഡോണ്ട് വാണ്ട് ടു ഓപ്പൺ യുവർ ഐസ്, അതിനെ ബട്ട് യു ഡോണ്ട് വാണ്ട് ടു സീ ദ റിയാലിറ്റി അല്ലെങ്കിൽ ഓർ യു ഡോണ്ട് വാണ്ട് ടു തിങ്ക് ഓർ പോണ്ടർ, അങ്ങനെ ചിന്തിക്കുക എന്നാണ്, പോണ്ടർ എന്ന് പറഞ്ഞാലും ചിന്തിക്കുക എന്നർത്ഥം. അപ്പോൾ ഇവിടെ ദ ട്രാൻസ്ലേറ്റർ ഹാസ് ടു മേക്ക് എ ചോയ്സ്, ആഫ്റ്റർ ഓൾ ഇറ്റ്സ് ആൻ ആർട്ട് നോട്ട് മാത്ത്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യുക, രണ്ടും സെലക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് ചോയ്സ് നമ്മുടെ ചോയ്സാണ്, ട്രാൻസ്ലേറ്ററുടെ ചോയ്സാണ്. ആൻഡ് യു ഡോണ്ട് വിഷ് ടു ഓപ്പൺ യുവർ ഐസ് ടു ദ റിയാലിറ്റി എന്നുള്ള ആ രീതിയിലും എന്ത് ചെയ്യുക, ഇതിനെ മാറ്റി എഴുതാന്ന് അർത്ഥം. അപ്പോൾ ആ ഒരു ഫസ്റ്റ് തുടക്കത്തിൽ ബട്ട് യു ഡോണ്ട് വാണ്ട് ടു സീ ദ റിയാലിറ്റി എന്നുള്ളതോ അല്ലെങ്കിൽ യു ഡോണ്ട് വാണ്ട് ടു തിങ്ക് ഓർ പോണ്ടർ എന്നുള്ള ഈ രണ്ടെണ്ണത്തിൽ ഏതും ചോയ്സ് ചെയ്തിട്ട് എന്ത് ചെയ്യാം നമുക്ക് എഴുതാൻ പറ്റും. പിന്നെ നോട്ട് എനിബഡി amongst you wants to sweat to earn his food എന്നുള്ളതാണ്. അപ്പോൾ അതിനെ നോട്ട് ഈവൻ എ സിംഗിൾ പേഴ്സൺ amongst you who likes to sweat to earn his bread എന്നുള്ള രീതിയിൽ, ആ ഏൺ ഹിസ് ബ്രെഡ് എന്നുള്ളതാണ് ഇംഗ്ലീഷിൽ ആ ഒരു ബ്രെഡ് എന്നുള്ള ഉപയോഗമാണ് കൂടുതലായിട്ട് ഉപയോഗിക്കാറുള്ളത്, അതുകൊണ്ടാണ് ഈ രീതിയിൽ നമ്മൾ റിവൈസ് ചെയ്ത് എഴുതിയത്. പിന്നെ അടുത്തത് യുവർ എംപ്ലോയി ലുക്സ് ഫോർ ദി ടൈം ഓഫ് ഡിപ്പാർച്ചർ ആൾദോ ഹി ഹാസ് നോട്ട് ബിഗൺ ഹിസ് വർക്ക് യെറ്റ് എന്നുള്ളത് ദ എംപ്ലോയീസ് ഈവൻ ബിഫോർ സിറ്റിംഗ് ടു വർക്ക് ആർ ലുക്കിംഗ് ഫോർ ദ ടൈം ഓഫ് ഡിപ്പാർച്ചർ എന്നുള്ള ആ ഒരു ഈവൻ ബിഫോർ എന്നുള്ളതൊക്കെ ആഡ് ചെയ്തിട്ട് അതിൻ്റെ ആ ഒരു ചെറിയൊരു ഘടന തന്നെ മാറ്റി. പിന്നെ അടുത്തത് ആൻഡ് ഇറ്റ്സ് ദ സാലറി ആൻഡ് ദ പ്രൊമോഷൻസ് ദാറ്റ് കൺസേൺസ് ഹിം ആൻഡ് ഹി ഈസ് നോട്ട് ബോതേഡ് അബൌട്ട് ദ പ്രൊഡക്ടിവിറ്റി. അപ്പോൾ അതിനെ ദ ഓൺലി തിങ് ദേ കെയർ അബൌട്ട് ഈസ് ദി സാലറീസ് ആൻഡ് ദ പ്രൊമോഷൻസ്, ദേ ഡോണ്ട് ഗിവ് എ ഡാം ടു ദ പ്രൊഡക്ടിവിറ്റി. അപ്പോൾ ഗിവ് എ ഡാം എന്നുള്ളതൊക്കെ ഉപയോഗിച്ചല്ലോ, അതിനെ എന്തിനാ ഒരു ഭംഗി അവിടെ കിട്ടുന്നുണ്ട്, അതാണ് റിവൈസ് ചെയ്ത് എഴുതുന്നത്, അതുകൊണ്ടാണ്. പിന്നെ ആൻഡ് യുവർ സ്റ്റുഡൻസ് വാണ്ട് ടു ക്വാളിഫൈ എക്സാം വിതൗട്ട് സ്റ്റഡിങ് എന്നുള്ളത് ദ സ്റ്റുഡൻസ് എമംഗ് യു വിഷ് ടു സക്സീഡ് ഇൻ എക്സാമിനേഷൻസ് വിതൗട്ട് സ്റ്റഡിങ്. പിന്നെ അടുത്തത് ദേ ഡോണ്ട് കെയർ അബൌട്ട് ദി ആക്ച്വൽ നോളജ് എന്നുള്ളത് ദേ ലീസ്റ്റ് കെയർ അബൌട്ട് ഗെയിനിങ് ദി ആക്ച്വൽ നോളജ്, അവിടെ ലീസ്റ്റ് എന്നുള്ളതൊക്കെ ആഡ് ചെയ്തിട്ട് എന്ത് ചെയ്തിട്ടു, പിന്നെ ഗെയിനിങ് എന്നുള്ളതും അവിടെ ആഡ് ചെയ്തു. റിവൈസ് ആ രീതിയിലാണ് റിവൈസ് ചെയ്തത്. പിന്നെ റാദർ ദേ want degrees and that can cover the ignorance and open the treasures for them എന്നുള്ളത് all they want is degrees that may conceal their ignorance and open the treasures for them എന്നുള്ളതാണ്. അപ്പോൾ അവിടെ all they want എന്നുള്ള ഒരു രീതിയാക്കി മാറ്റി. പിന്നെ the motto of many people among you today is എന്നുള്ളതിനെ the sole motto of a vast majority amongst you ടുഡേ ഈസ് എന്നുള്ള ആ രീതിയിൽ എന്ത് ചെയ്തു നമ്മളിതിനെ മാറ്റി, സോൾ മോട്ടോ എന്നുള്ളതും പിന്നെ വാസ്റ്റ് മെജോറിറ്റി എന്നുള്ള ആ രീതിയിലേക്കും എന്ത് ചെയ്തു അവിടെ മാറ്റി എഴുതി. പിന്നെ ഇറ്റ്സ് ആൻ ഒബ്ലിഗേഷൻ ഫോർ ദ സ്കൈ ടു ഷവർ ഗോൾഡ് ആൻഡ് സിൽവർ ഓൺ അസ് വൈൽ വി ആർ സിറ്റിംഗ്. അപ്പോൾ അതിനെ ലെറ്റ് ദ ഹെവൻസ് ഷവർ ഗോൾഡ് ആൻഡ് സിൽവർ അപ്പോൺ അസ് വൈൽ വി ആർ സിറ്റിംഗ് ഐഡിയൽ എന്നുള്ള രീതിയിൽ എന്ത് ചെയ്തു നമ്മൾ മാറ്റി എഴുതി. അപ്പോൾ നമ്മളിപ്പോൾ ഈ പറഞ്ഞതിനെ ഈ ടോട്ടലി മാറ്റി റിവൈസ് ചെയ്ത ഇതിനെ അതിനെ എന്ത് ചെയ്തു ഒരു മറ്റൊരു പാസേജ് ആക്കിയിട്ട് പിന്നെ രണ്ടാമതായിട്ട് എഴുതുന്നതാണ് ഇവിടെ താഴെ കൊടുത്തിട്ടുള്ളത്. എന്നാലും അവസാനമായിട്ട് ചോദിക്കുകയാണ് ഹൗ വുഡ് യു ലൈക്ക് ടു ട്രാൻസ്ലേറ്റ് ദ ടൈറ്റിൽ ഓഫ് ദി പാസേജ്. അപ്പോൾ ഈ ഒരു പാസേജിൻ്റെ ടൈറ്റിലുണ്ട് ഷിയാറുൽ കുസാല, മടിയന്മാരുടെ മോട്ടോ. അപ്പോൾ ഷിയാർ നമ്മൾ മോട്ടോ എന്നും പിന്നെ കെസ്ലാന് ജമ്മ കുസാല എന്ന് പറഞ്ഞാൽ മടിയന്മാർ, അതിനെ ഇപ്പോൾ ലാസി എന്നും ഐഡിലർ എന്നൊക്കെ പറയാറുണ്ട്, അല്ലെങ്കിൽ സ്ലാക്കർ എന്നൊക്കെ പറയാറുണ്ട്. ഏതായാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഏറ്റവും ക്രിയേറ്റീവായി തോന്നുന്ന ഒരു നല്ലൊരു ട്രാൻസ്ലേഷൻ ഇതിന് കൊടുക്കാവുന്നതാണ്.
പിന്നെ യു ഷുഡ് ഗോ ത്രൂ above exercise multiple times to get to know the whole process of translation and even try to see if you can improve the above translation in any way. നമ്മൾ മേലെ പറഞ്ഞിട്ടുള്ള ഈ ഒരു എക്സസൈസ് നമ്മൾ കുറേ വട്ടം എന്ത് ചെയ്യണം, ഇതേപോലെ അങ്ങനെ റിവൈസ് ചെയ്ത് ഇങ്ങനെ നോക്കണം, ഏറ്റവും നല്ല രീതിയിൽ അവസാനം ആകുന്നത് വരെ. അങ്ങനെ എന്ത് ചെയ്യാം, ഈ ഒരു രീതിയിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ട്രാൻസ്ലേഷൻ പ്രോസസ്സ് നല്ല രീതിയിൽ നമുക്ക് കൂടുതൽ അടുത്തറിയാനും സാധിക്കും. അതോടൊപ്പം തന്നെ നമ്മൾ ഈ ഒരു പാസേജിൽ തന്നെ നമ്മൾ കൂടുതലായിട്ട് റിവൈസ് ചെയ്ത് നോക്കുമ്പോൾ ഏറ്റവും നല്ല നമ്മളൊരു ട്രാൻസ്ലേഷൻ, ഇപ്പോൾ മേലെ ട്രാൻസ്ലേഷനേക്കാൾ ഏറ്റവും നല്ല ട്രാൻസ്ലേഷൻ നമുക്കൊരു പക്ഷേ കിട്ടിയേക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു ട്രാൻസ്ലേഷൻ ഒരു ചെറിയൊരു ഉദാഹരണത്തിലൂടെ നമുക്കിന്ന് മനസ്സിലാക്കി തന്നു. പിന്നെ എങ്ങനെയാണ് ചെയ്യേണ്ടത്, സ്റ്റെപ്പുകൾ, കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായെന്ന് പ്രതീക്ഷിക്കണം. അല്ലെങ്കിൽ സംശയങ്ങൾ നിങ്ങൾക്ക് എന്ത് ചോദിക്കാവുന്നതാണ്. വളരെ സിമ്പിൾ പാഠമാണ്. ഇൻഷാ അല്ലാ ഏതായാലും അടുത്ത പാർട്ട് അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് പഠിക്കാം ഇൻഷാ അല്ലാ. എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാ. മഅസ്സലാമ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.